ഹലോ, എന്താണ്? ഇപ്പോൾ വായി വീണ്ടും വന്നിട്ട് കേട്ടോ. ഇന്നലെ വീടിൻ്റെ മുമ്പിലേ നല്ല വെള്ള ചൂര വന്നു, വണ്ടിക്കാർ കൊണ്ടുവന്നതാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചൂരമീൻ ബിരിയാണി. നമുക്ക് മീൻ മസാല പറ്റാം കേട്ടോ. ഫസ്റ്റ് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. ഇത്ര ആവശ്യത്തിന് മഞ്ഞപ്പൊടി. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ഇല്ല തോരം പൊടിയും കാര്യങ്ങളൊന്നുമില്ല, ഒക്കെ ആവശ്യത്തിന് ഇടുക. മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നോക്കണം കേട്ടോ, കണ്ണൊക്കെ വരരുതേ, കാറ്റൊക്കെ ഉണ്ട്. ഉപ്പിടുക, ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശ്രദ്ധിക്കണം, മീൻ ഉടയരുത്. നമ്മൾ മീൻ മെല്ലെ മൃദുവായിട്ട് വേണം മസാല വരട്ടെ കേട്ടോ, ഉടക്കരുത്. അപ്പോൾ മീൻ നന്നായിട്ട് മസാലയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ ഉള്ളി അരിയാം കേട്ടോ നമുക്ക്. അപ്പോൾ ഉള്ളി അരിയിലും തക്കാളിയിലൊക്കെ ഉണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കണം. എന്നാൽ അത് നോക്കാം നമുക്ക്. ഉരുളി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഉള്ളി പുറത്ത് പോയി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മീൻ മസാല പൊട്ടിച്ചിട്ടേ 2 മണിക്കൂർ നല്ല മസാലയൊക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ സെറ്റായി. കറിവേപ്പിലയുടെ മുകളിൽ മെല്ലെ നമുക്ക് മീൻ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ പൊരിച്ച് കഴിഞ്ഞു. മസാലക്കുള്ള ഉള്ളി നമ്മൾ മീൻ പൊരിച്ച എണ്ണയിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നന്നായിട്ട് വഴറ്റി എടുക്കണം. അപ്പോൾ ഉള്ളി നല്ല വഴറ്റിയെടുത്തിന് കേട്ടോ. തക്കാളി ഇടാം. തക്കാളി നല്ല വഴറ്റിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചതച്ച കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം 1 കപ്പ് തൈര് കേട്ടോ. മല്ലിയില പുതിനയില കേട്ടോ. ഉപ്പിടണം കേട്ടോ. നമ്മളിതിൽ വേറെ പൊടികളൊന്നും ഇടണില്ല, കുറച്ച് ഗരം മസാല മാത്രം. അപ്പോൾ നമ്മുടെ മസാല റെഡിയുണ്ട്. അതിലേക്ക് നമ്മളിനി മീടണം. മീൻ ഉടയാണ്ട് ഇളക്കണം കേട്ടോ. മസാല റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റി കേട്ടോ. ചെമ്പ് ചൂടാവട്ടെ. ചെമ്പിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം കേട്ടോ. ചെമ്പിൽ എണ്ണ ചൂടായിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക് കീറിയിട്ടില്ല, അങ്ങനെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക. അരിക്കുള്ള വെള്ളം ഒഴിക്കട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ടാവും, നോക്കി നോക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരച്ച അരി ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. അതുകൊണ്ട് ചോറ് വെന്ത് പാകമായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇടാം കേട്ടോ.
ഒരു 4 സ്പൂണ് RKG കേട്ടോ. സാധാരണ എല്ലാവരും ദമ്മിടുമ്പോൾ മസാല അടിയിലിടുക. നമ്മൾ വെറൈറ്റിയാണ്, ചോറിൻ്റെ മുകളിലാണ് മസാല. അത് മീനായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മസാല വെച്ചതിന് ശേഷമേ ഒരു വാഴയില ഓക്കെ കേട്ടോ. മൂടി വെക്കുകയാണ്. അപ്പോൾ ദമ്മിടാനുള്ള കനലാട്ടോ. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടോ. ദമ്മ് പൊട്ടിക്കില്ല നമുക്ക്. ബിസ്മില്ലാ. അപ്പോൾ ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ദമ്മട് പൊട്ടിച്ച് ബിരിയാണിയോട് വിളമ്പിയപ്പോൾ ഗംഭീര മഴ, ഒന്നും പറയല്ല. നല്ല അടിപൊളി മഴ, അടിപൊളി മഴയും ചൂട് ബിരിയാണി കേട്ടോ. നല്ല മീനൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിട്ട് കേട്ടോ, പഞ്ഞു പോലെ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം മീനിൻ്റെ എടുത്തിട്ട് ചോറിൻ്റെ കൂടെ അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. നമ്മുടെ കുക്കിംഗ് വിത്ത് ബായ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, ആരും മറക്കരുത്. ഞാൻ ബിരിയാണി തിന്നിട്ടോ, വായിൽ നിന്ന് വെള്ളം വരിക.